ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. ഇപ്പോൾ നമ്മുടെ തിരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ ഫേസിലേക്ക് ഇപ്പോൾ ഒരു തൈലം തേക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ഡീറ്റെയിലൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഞാനും കുണിക്കും തന്നെയാണ് കുറച്ച് ആളായിട്ട് അത് തേക്കുന്നുണ്ട്. കുറച്ച് ആളായിട്ടുണ്ട് തേക്കണം. അപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ടാണ് കേട്ടോ വന്നു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ച് പിന്നെ ഷെയർ ചെയ്യാം. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നും ഫേസും ഒക്കെ ഒരു ഗ്ലോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചു തൈലൊക്കെ തേച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി നമ്മൾ പരിപ്പ് കഴുകാം കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ അവിടേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. ആ ഒരു ടെൻഷൻ എനിക്ക് എൻ്റെ രാവിലെ എണീച്ചപ്പോൾ ഉണ്ട് കേട്ടോ. കുട്ടി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്കുമ്പോൾ നമ്മളേക്ക് ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി അങ്ങനെ വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ആ നശിച്ച വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് ആ വീട്ടിലുള്ള ആൾക്കാരുടെയും ആ വീട്ടും എത്രത്തോളം വിലപിടിപ്പുള്ളതാണ് അപ്പോഴാണ് മനസ്സിലാക്കുക. നമുക്ക് പോകുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എത്ര വിലപിടിപ്പുള്ള ഇത് വിട്ടിട്ടാണ് നമ്മൾ പോകണേന്ന് അപ്പം മനസ്സിലാക്കില്ല. പക്ഷെ പോയി ഒരു ദിവസം പോലും തികയ്ക്കുന്നേക്കാൾ മുന്നേ തിരിച്ചറിയണ ഒരു കാര്യമാണ് കേട്ടോ. അമ്മ എന്താണ്, അച്ഛൻ എന്താണ്, ആ വീട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കിയത് പൊന്നും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിനും പറഞ്ഞിട്ടുണ്ട്. അവർ കിട്ടിയ ഭർത്താക്കന്മാർ മോശമെന്നല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കേണ്ട. പക്ഷേ അച്ഛനും അമ്മനെ വിട്ട് പോയി കഴിഞ്ഞ് അതില്ലാണ്ടാവുമ്പോഴുള്ള വിഷമം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാം. പിന്നെ സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെ വെച്ച് വിചാരിച്ച് നോക്കുമ്പോഴും അത് എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കുഞ്ഞിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന് വലിയ തോന്നണമെന്നല്ല, കുഞ്ഞ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് കഴിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സാമ്പാർ വയ്ക്കണം കേട്ടോ. രാവിലെ തന്നെ എണീച്ച് സാമ്പാർ വയ്ക്കാനും നമ്മൾ പരിപ്പ് വേവിച്ചു. അതിൽ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അങ്ങനെ മുരിങ്ങക്കായ പെട്ടെന്ന് വേവില്ല. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും മഞ്ഞൾപ്പൊടി കായും ഉപ്പും കറിവേപ്പിലിട്ട് വേവിക്കാൻ വെച്ചിട്ടു. അപ്പോഴേക്കും ഞാൻ നാളികേരം വറുത്തെടുക്കാനുണ്ട്. ഒരു പിടി നാളികേരം, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ പരിപ്പ്, പിന്നെ ഉലുവ, നാളികേരം ചുവന്നുള്ളി. ആ വറുത്ത് കോരി വരുമ്പോൾ അതിലേക്ക് 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളകും പൊടി, അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് വറുത്ത് അരപ്പിന് മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ടക്കായ ഉണ്ടല്ലോ, അത് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് വണക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വെണ്ടക്കായ വണക്കി ചേർക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് കൊടുന്ന് അത് വെച്ചപ്പോൾ നമ്മുടെ സാമ്പാർ എത്ര പെട്ടെന്നല്ലേ സാമ്പാർ. ഇത് പല തരത്തിൽ നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് വെക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിന് കഷ്ണങ്ങൾ വേവാനൊന്നും ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യം. കാരണം മുരിങ്ങക്കായൊക്കെ 2 തിളയ്ക്കുമ്പോഴേക്കും വേവും. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്കും രാവിലേക്കുള്ള ഒരു സാമ്പാറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പുളി കുറവാന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി പുളി പിഴിഞ്ഞ് വെച്ച് ഉപ്പിട്ടു. അങ്ങനെ നമ്മളത് സാമ്പാർ കാച്ചി വിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ കാച്ചി അതങ്ങോട്ട് ഒഴിച്ച് വെക്കുമ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റാണ്. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി മാവ് അപ്പുറത്ത് കോരി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ പെടാന്ന കാര്യം വെച്ചിട്ട് എന്താ വെച്ചാൽ ഇന്ന് കുഞ്ഞ് പോണതിൻ്റെ വിഷമത്തിൻ്റെ ഒപ്പം നമ്മൾ കുണുക്കി എക്സാം ഉണ്ട്. അപ്പോൾ അവരെ സ്കൂളിലേക്ക് എത്തിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സാം ആണെങ്കിലും അവർക്ക് ഫുൾ ടൈം ഉള്ള കാരണം അവർക്ക് സ്നാക്സും ലഞ്ചും ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം സ്നാക്സിലേക്കുള്ള നഗേഴ്സ്, ചിക്കൻ നഗേഴ്സ്, പോപ്കോൺ, ചിക്കൻ പോപ്കോൺ അത് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഓയിൽ അടുപ്പത്ത് ഒഴിച്ചിട്ടുണ്ട്. ചടപ്പത്തല്ല, ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ അതിനായിട്ട് ഷർട്ട് ഇടാണ്ട് അതുകൂടി ഇതുകൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ചീത്ത കണ്ടിട്ടോ, മനുഷ്യ വീഡിയോയ്ക്ക് കട്ടിയിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത കണ്ടിട്ടോ. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഇപ്പോൾ ആദ്യം ചട്നി കുറച്ച് അരച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് കറിവേപ്പിലിട്ടു. നമ്മൾ ചട്നി സെറ്റ്. എന്താ പറയുക, പടാന്നുള്ള പരിപാടിയാണ്. അതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയറ് കുറയണ ഒരു വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് നല്ലതാട്ടാ. എനിക്ക് വയറ് നല്ലോണം കുറയുന്നുണ്ട്. വയറ് മാത്രമല്ല അവനോട് പറഞ്ഞിട്ട് ആകെ ക്ഷീണിച്ച് തുടങ്ങിയിട്ടെന്ന് പറയേണ്ട. പക്ഷേ ഞാൻ ഒന്ന് ക്ഷീണിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞേച്ചി പോവാന്ന് പറഞ്ഞിട്ട് ഉമ്മ വളർക്കുന്നതാണ് കാണട്ടെ. കുഞ്ഞേച്ചി പോയിട്ട് നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. കുണുക്കി കുഞ്ഞേച്ചി വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സും ഒക്കെ ഇവിടെ, ശരീരം മാത്രം സ്കൂളിലുള്ള മനസ്സൊക്കെ ഇവിടെ ആയിരിക്കും കേട്ടോ. അവർക്ക് കുഞ്ഞേച്ചി വന്നു കഴിഞ്ഞാൽ കുഞ്ഞേച്ചി പോവോ ചേട്ടൻ പോവോ എന്നുള്ള വേവലാതി ആദ്യം കൊണ്ടാട്ടത്. അപ്പോൾ കുണുക്കൻ ഷൂ എടുത്ത് വരുമ്പോഴേക്കും കുഞ്ഞേച്ചി ഉമ്മയ്ക്ക് അതിൽ കാത്തുൻ്റെ അച്ഛനും അമ്മയും ഇന്നലെ രാത്രി വേളാങ്കണ്ണി പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ആക്കിയെന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്നെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാത്തിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വില്ലേജിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഷെബിയും പൊന്നു വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ എത്തിയിട്ടുണ്ട്. പുലർച്ചോടുകൂടി എത്തിയിട്ട് അവർ വീട്ടിലിരുന്ന് ഉറങ്ങുന്നുണ്ട്.
അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്നോട് സ്കൂളാക്കണേക്കാൾ മുന്നേ വിളിച്ചാൽ മതി കാർട്ടൂണൊന്നും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത്. വീട്ടിലെ കാത്തുമാടുണ്ട് അത് ഞാൻ അവളെ കാണുമ്പോൾ വിഷമമായിട്ട് അവളെ ആകെ ക്ഷീണിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു. ഇതാലോചിച്ചിട്ടാണ് അതിന് എൻ്റെ എന്നത്തെയും ടെൻഷൻ ഇട്ടാ കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായി. ആൾക്കാരൊക്കെ അച്ഛൻ മോളോട് 11:30 പോവോന്ന് ചോദിച്ചിട്ട് തല്ലി ഓടിപ്പിക്കാന്ന്. മോളോട് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത പോലെ. എന്താ ചേട്ടാ മറ്റേ ദിവസം വേണ്ട. അപ്പോൾ ചേട്ടാ അങ്ങനെ പറഞ്ഞ് വേറെ ഒന്നും കേട്ടോ. കുഞ്ഞിന് 11:30 ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടി പോകാനുണ്ട്. അപ്പോൾ നേരെ വൈകുന്നുണ്ടെങ്കിൽ പോകണം കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ അവർ കഴിച്ചു, ചോറാക്കണമെങ്കിൽ കുഞ്ഞിന് സാമ്പാറും ചോറും ഇഷ്ടമില്ലായിരുന്നു കാരണം വേണ്ട അച്ഛനൊക്കെ വേണ്ടാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ മക്കൾ വന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്തായാലും അവർക്കറിയാം, അവർ ഞങ്ങളുടെ മനസ്സിലാക്കി ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വിജയം. നമ്മുടെ അച്ഛൻ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ആ സമയത്ത് നമുക്കൊന്നും അറിയാം. ആരെന്ത് പറഞ്ഞാലും അപ്പോൾ അതൊരു ചെയ്യും. പിന്നീടാണ് അവരെല്ലാം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കി എൻ്റെ മക്കളുടെ അടുത്തുണ്ട്. ഇതിന് നെഗറ്റീവ് പറയാൻ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ട് അവരെന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എൻ്റെ മനസ്സിൽ അവിടെ ഇരിക്കും. മനസ്സിലായി അമ്മ എന്താണെന്നുള്ളത് അത് അവൾക്കറിയാം. അത്ര മതി. അച്ഛൻ അവളുടെ അച്ഛൻ അവളുടെ അമ്മ അതെന്താണെന്ന് അതിന് പകരം വയ്ക്കാൻ ലോകത്ത് ഒരു ശക്തിക്കോ ഒരു ഇതിനോ പറ്റില്ല. മനസ്സിലായി. അത് ഇവർ കുഞ്ഞെന്നല്ല എല്ലാം ഇങ്ങോട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ചേട്ടാ. അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ അത് മതി. എൻ്റെ അച്ഛനമ്മയും പോയപ്പോൾ ഇപ്പം ഞാനും എന്നെയാണ് ഭയങ്കരമായിട്ട് ഒരുക്കേണ്ടത് വെച്ചാൽ എനിക്ക് പോയത് എൻ്റെ അച്ഛനമ്മയും പോയതിന് ശേഷം ഉണ്ടായത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞങ്ങളവിടെ പോകുമ്പോൾ ഒരുപാട് അമ്മയും അച്ഛനും ഞങ്ങളെ സ്നേഹിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അച്ഛനും അമ്മയുള്ള കാലഘട്ടം ഇപ്പോൾ എൻ്റെ പോലെ ഞാനും അവരൊരു മരുമകളാണെങ്കിൽ പോലും ഞാൻ അച്ഛനും അമ്മ നിൽക്കുമ്പോൾ അവരെ മോള് എന്നുള്ളതല്ല എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ അച്ഛനും അമ്മയും പോയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് മനസ്സിലാണ്. നല്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇതൊന്നും അറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് ആർക്കും അതിനും കഴിയില്ല. പക്ഷേ അവർ പോയപ്പോൾ നമുക്ക് ആ അനാഥത്വം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അനാഥകളുടെ ഒരു ഫീലാണ് എനിക്ക്. ഓൾറെഡി ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ അനാഥയാണ്, എനിക്ക് അച്ഛനില്ല അമ്മയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു അച്ഛനും അമ്മയുണ്ട്, എപ്പോഴേലും പോകാനും കാണാനും. പക്ഷേ ആ ഒരു അല്ലേ അവരൊക്കെ ഉള്ള കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല കാലഘട്ടം. ഇനിയിപ്പോൾ എന്താ പറയുക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളെങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനും അച്ഛനെന്താണ് അമ്മ എന്താണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് അവൾ ഒരുപാട് പ്രാവശ്യം അവളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മ അത് വേറൊരു ഫീൽ തന്നെയാണ് എല്ലാ മക്കൾക്കും. അപ്പോൾ അത് മനസ്സിലാക്കി അവർ ഞങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യം അത് ഞങ്ങൾ മനസ്സിലാക്കി. അതിനേക്കാൾ വലുത് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ആരൊക്കെ എന്തൊക്കെ ഒരുപാട് ഉണ്ട്. നിങ്ങളുടെ മോള് പോയപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ വേണ്ടേ നമ്മുടെ സ്നേഹിച്ച മക്കളാണ്, നമ്മൾ സ്നേഹിച്ച ഭർത്താവ് നിമിഷം നമ്മളെ വിട്ട് ചതിച്ച് പോകുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് ഏത് രൂപത്തിലാണ് ഇങ്ങനെയാണെന്നല്ല. ഞാൻ സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക. ചില പലർക്കും എന്നോട് ഇത് ഇഷ്ടക്കുറവുണ്ടാവും. പക്ഷേ എന്നിലൊരു അമ്മ അതെന്തായിരുന്നു എനിക്ക് നല്ല മതി. എൻ്റെ പോലെ എൻ്റെ മക്കൾക്കും അറിയാം അത് മതി. അങ്ങനെ ചെയ്യുക. അവർ രണ്ടാളും പോയിട്ട് അങ്ങനെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാളും ട്യൂഷനും കഴിഞ്ഞ് വന്നതിന് ശേഷം മേല് നനച്ചപ്പോൾ ഞാൻ അവർക്ക് ചോറ് കൊണ്ടുപോയിട്ട് അവർ ഇഡ്ഡലി സാമ്പാറാണ് കൊണ്ടുപോയത്. ട്യൂഷനാകുമ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോയിട്ട് അവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം, മുടിയൊക്കെ ഇട്ടിട്ട് ടി വി ആണ് ഇരിക്കുന്നത്. അപ്പോൾ കൊടുക്കാൻ വിശക്കുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു കോപ്പയിൽ ചോറും സാമ്പാറും വെച്ച് കൊടുത്തു. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ കുണിക്കുമ്പോൾ എനിക്കും വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ കുണിക്കേക്ക് വാരി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെങ്ങൾ കഴിക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. ചില നേരത്ത് ഒരു അടി കണ്ടാണ്ടല്ലോ എൻ്റെ പൊന്നോ. പക്ഷേ ചില നേരത്തിൽ അവർ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ അതങ്ങനെ. ഇതേ അവസ്ഥ ചേട്ടാ കുടിക്കുമ്പോൾ എൻ്റെ മടിയിലിരിക്കുന്നത് കുശുമ്പ് കുത്തിയിട്ടാണ് കേട്ടോ കാത്തുമ്പിരിക്കുന്നത്. കാത്തുമ്പോൾ എവിടെ പോകുമ്പോഴും പൊന്നിൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ മടിയിൽ മാത്രം ഫുൾ ടൈം അമ്മാമ്മ എടുത്താൽ മതി, അമ്മാമ്മ എടുത്താൽ മതി. അത് ഞാൻ കുഞ്ഞിനോ കുടിക്കിനോ പൊന്നിനോ മക്കളോടൊന്നും മിണ്ടാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല.
കാത്തുമ്മ കാണാണ്ടാണ് ഞാൻ അവരോടൊക്കെ മിണ്ടുക കേട്ടോ. കാത്തൂര് ഭയങ്കര കുശുമ്പത്തി പെണ്ണാണ് കേട്ടോ, കിടക്കണോക്കി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഷെബി സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട് 3 ഞാൻ ആട് 1 സെക്കൻഡ് കാണാത്തൊരു വ്യക്തി ആട് 3 കാണാൻ വേണ്ടി പോക്കാണ് കേട്ടോ. അനുവേട്ടനും കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അനുവേട്ടനും അനിയനും ഭാര്യയും മോനും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ സിനിമയ്ക്ക് പോയിട്ട് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷെബിയും പൊന്നും കുറേ മുന്നേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുത്തൻ്റെ ഭാഗം ഒരു കുരുത്തക്കേട് ചെയ്താണ് നിൽക്കുന്നുണ്ട് എടുത്തേക്കല്ല. അങ്ങനെ രാത്രി ചെയ്യാൻ തന്നെ തടഞ്ഞതാ. ലൈസ് പൊടിച്ചുണ്ടാക്കി അതിൽ സോസ് വെച്ചിട്ട് മൈനോസ് പല്ലേക്കണ നീ പല്ലേക്കടാ പല്ലേക്കണ മുന്നേ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ നാളെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോയാൽ എന്തോ ഒരു തടസ്സം പോലെ ഭയങ്കര തടസ്സം. അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു തടസ്സം. വിഷ്ണുമാരെ അമ്പലത്തേക്ക് ഞാൻ ഒരു മലയ്ക്ക് ഇപ്പോൾ വസ്ത്രമാര സമയത്ത് പോയിട്ടാ. പറ്റി വരും മോൻ ആ തോന്നില്ലേ? ആ കുട്ടി നല്ല ഇഷ്ടമാണ്. അമ്മേനെ ലീവാക്കാൻ പോയതാ. ആരമ്മക്ക് ലീവ്? അമ്മക്ക് ഞങ്ങൾ വിഷ്ണുവിനമ്പത്തേക്ക് തൊഴുതില്ല. അമ്മയ്ക്ക് 2 ദിവസം ലീവ് പറയാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാന്ന് വെച്ചിട്ട് പളനിയൊക്കെ പോകും. മനുഷ്യ ബ്രഷ് എടുത്ത് അച്ഛനെ വിളിക്കുന്നതാണ് കേൾക്കണം. മനുഷ്യ പാൽപ്പൊടി അല്ല പൽപ്പൊടി, പാൽപ്പൊടി. വെറുതെ ഒന്നും എടുക്കാനല്ലെങ്കിൽ ആ ഫ്രിഡ്ജ് തുറന്നടച്ചു. ഞങ്ങളൊക്കെ ഒരു ഫ്രിഡ്ജ് എത്ര വർഷങ്ങൾ യൂസ് ചെയ്യുന്ന ഇവരൊക്കെ ജനിച്ചതിന് ശേഷം ഫ്രിഡ്ജിന്റെ ഒക്കെ അപ്പാപ്പന്റെ പല്ല് പോലെ ഇളകി തുടങ്ങി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസമായിട്ട് ഞങ്ങൾ എന്നോട് അനിയനും പറഞ്ഞിരുന്നു അവർ പുതിയ വണ്ടി എടുത്താൽ നമുക്ക് എല്ലാം കൂടി പളനി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഒരു 4-5 മാസത്തോളമായി പളനി പോകാൻ പറ്റാനായിട്ട് ഞങ്ങൾ എല്ലാ മാസം പോയായിരുന്നു. ഒരാൾക്കാരാണ് ഞങ്ങൾക്കിപ്പോൾ 3-4 മാസമായിട്ട് പളനിക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയതില്ല. പറഞ്ഞില്ലേ അന്നേൻ്റെ അച്ഛനും അമ്മയ്ക്ക് വയ്യാണ്ടായി അവിടെ മരിക്കാൻ അങ്ങനെയുള്ള കുറച്ച് കേസുകളായിരുന്നു. ഞങ്ങൾക്കും ഇങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പളനിക്ക് പോകാൻ വേണ്ടി ഇരിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണിച്ച് പുട്ടും പപ്പടം കഴിച്ചതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും പൊന്നും ഷെബി അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഷെബിയുടെ വണ്ടിയിൽ ഞങ്ങൾ അനുവേണ്ട അനിയൻ്റെ പുതിയ വണ്ടി അപ്പോൾ അതെടുത്തിട്ട് പളനി പോകണതാണ് കേട്ടോ. അപ്പോൾ അനുവേണ്ട അനിയനും ഭാര്യയുടെ അമ്മയും അവിടുത്തെ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ അനിയൻ്റെ അവിടുത്തെ അമ്മ പളനി ആദ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും കൂടി പളനിക്ക് പോയിട്ട് എന്നല്ലേ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സന്തോഷ നിമിഷങ്ങൾ. അതേപോലെ ഞാൻ എല്ലാവരും പോയി ഹാപ്പി ആയിട്ടാട്ടോ എല്ലാവരും. മല കയറി 3-4 മാസമായിട്ട് പോകാത്ത എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് മല കയറാൻ പറ്റുമോ ഈശ്വരാ എന്നോട് കൂട്ടിയേ പറ്റുമോ. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് മല കയറാനും ഇറങ്ങാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടം കച്ചിതും നല്ല മധുര കട്ടൻ ചായയും പുട്ടും പിന്നെ കുറച്ച് അച്ചാറ് കൂടി വന്നിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കേണ്ട വേഗം വായോ ചായ കുടിക്ക് പോകണമെന്നുണ്ട്. നമ്മൾക്ക് 10-ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ മല ഇപ്പോൾ 2-3 മാസമായിട്ട് പോകാത്താനും അവർ അനിയനായാലും അവർക്ക് അതിൽ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാവും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും അറിയാത്താനും നേരത്തെ കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് കുണുക്കനും കുണുക്കിക്കും കാത്തിനൊക്കെ ഓരോ ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തേക്കും കേട്ടോ. അങ്ങനെ കുണുക്കിനെ കുളിപ്പിച്ച് എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്തിരിക്കട്ടെ. അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നേട്ടൻ കുളിച്ച് വന്ന് വിളക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞങ്ങളുടെ വിളക്ക് എത്തിച്ചിട്ട് അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടും. അങ്ങനെ ഞങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് എന്താ വെച്ചാൽ വണ്ടിയിൽ കയറി AC ഇട്ട് ചില സമയത്തേക്ക് ഇങ്ങനെ നീരിറങ്ങണ ബുദ്ധിമുട്ടുണ്ട് യാത്രയല്ലേ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കി. പിന്നെ കുണുക്കിയുടെ മുടി ഉണക്കുന്നുണ്ട്, പക്ഷേ അത് ചൂടിലല്ല ഒരു തണുപ്പിൻ്റെ ഒരു ഇതിട്ടിട്ടാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മുടി. അങ്ങനെ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല അന്വേഷണം ഭയങ്കര ഇഷ്ടം. സിനിമയ്ക്ക് പോകുമ്പോൾ അതിട്ടു. അന്ന് വന്നിട്ട് തിരുമ്പി ഇട്ട് എന്നോട് പറഞ്ഞു ഉണ്ണി നാളെ പളനി പോകുമ്പോൾ അത് ഇട്ടാൽ തിരുമ്പി ഇട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ അതിനെ ഇട്ടത് കേട്ടോ. രാത്രി ആകുമ്പോൾ തിരുമ്പി നേരം ഉണക്കുമ്പോൾ ഉണക്കി തേച്ചിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ പോകണ വഴിക്ക് ചോറാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ചോറൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ചീരക്കറി കൂട്ടിയിട്ട് ചീരയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചീരക്കറി വെച്ച് കൂട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ അത് വേണ്ട വെച്ചു. പിന്നെ ഞാൻ സാമ്പാർ ഒരു സെയിൽ ഒഴിച്ചാൽ മതിയാണ് കേട്ടോ. എനിക്ക് പറ്റുമോ ഇല്ലെന്ന് അറിയാത്ത ഞാൻ ആ ചോറിലേക്ക് ഒഴിക്കാമെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു വേണ്ട നമുക്ക് ഈ സൈഡിൽ വെച്ചേക്കാം പറ്റിയെങ്കിൽ ഞാൻ അത് നക്കി നോക്കി. അപ്പോൾ എനിക്ക് പറ്റിയില്ല, ചീരയും വലിയ വേഗത്തിൽ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു
തൈര് വരുന്നതല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ തൈര് വന്നത്. അപ്പോൾ തൈര് വന്നപ്പോൾ കുറച്ച് തൈരും അച്ചാറും പപ്പടം കൂട്ടി ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര വീണ്ടും തിരിച്ചുവിടാതെ കാർത്തുമ്പോൾ ഭയങ്കര കളിയായിട്ടാണ്. അവർ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എന്തോ ഒരു കളിപ്പാട്ടത്തിന് ടോയ്സിൻ്റെ കടയിൽ നിന്ന്, ടോയ്സ് അല്ല ഈ ഭംഗിക്കൊക്കെ വെക്കുന്ന സാധനമില്ല, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മേടിച്ചു കേട്ടോ. അങ്ങനെ അനിയുടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കാണുമ്പോൾ വേറെ ഒന്നല്ല കേട്ടോ. ഇപ്പം നാളെ ആരും പറഞ്ഞു മൈഗ്രെയിന് നല്ലതാണ്, സത്യം കേട്ടോ. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാണ്. ഇപ്പോൾ യാത്രകളിൽ ഞാനും 1-2 പ്രാവശ്യമായിട്ടും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ഷെബിയുടെയാണ് കേട്ടോ, ഇവിടെ ഒന്നല്ലേ, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഷെബിയുടെ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ വെളിച്ചത്തേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറവുണ്ട് കേട്ടോ, തലവേദനയ്ക്കൊക്കെ. അങ്ങനെ ഈ പളനിയൊക്കെ പോയി വന്നതിന് ശേഷം രാവിലെ എണീച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഫേസിലെ തൈലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുണുക്കനും കുണുക്കൻ്റെ ഫേസിന് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കുണുക്ക ഈ ഇടയായിട്ട് കുറച്ച് ഇങ്ങനെ വെയിലത്തൊക്കെ കള്ളി കാര്യങ്ങളായിട്ട് ആളൊന്ന് ഡാർക്കായിട്ട് ഒന്ന് നിറം മങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തേച്ചതിന് ശേഷം കുണുക്കൻ്റെ ഫേസിലേക്ക് ഭയങ്കര മാറ്റം വന്നിട്ട് ഇങ്ങനെ പറയിട്ട് 2 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്തുകൊണ്ട് കുണുക്കുമ്പോൾ കുറച്ച് മൂക്ക് കുറവാണ്. നമ്മുടെ പൊന്നൂൻ്റെ അന്തി മൂക്കൊന്ന് കുറയട്ടെ. അപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ മൂക്കൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതേ അനുവിൻ്റെ ഫേസിലേക്കും ഞാൻ പറ്റുമ്പോൾ എന്നോട് അറിയാം, എന്തായാലും ഉണ്ണി കയ്യിലാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും കണ്ട് പരട്ടിക്കറി. പിന്നെ എൻ്റെ കൈ മാത്രമല്ല കൈ ഉണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പണിയോട് ഒരു 1/2-3/4 മണിക്കൂർ അതിൻ്റെ ഞാൻ കുളിക്കാൻ പോകാമല്ലോ കേട്ടോ. അങ്ങനെ എണ്ണ തേച്ച് കുറച്ച് നേരം പല്ലേപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടന്ന് ഞങ്ങളുടെ ഈ കുളിയൊക്കെ കഴിഞ്ഞു. അന്നേട്ടം കുളിക്കാട്ടോ. അപ്പോഴേക്കും ഞാൻ കുളിക്കനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് വന്ന് ഈ വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കുറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല വിളക്ക് കത്തിക്കുന്നത്. പക്ഷേ വിളക്ക് കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ വീടിന് ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്മെല്ലായാലും പ്രത്യേക ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ. നമുക്ക് കുറച്ച് ദിവസമായിട്ട് അച്ഛൻ മരിച്ചിട്ടും അമ്മ മരിച്ചിട്ടും അങ്ങനെയൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഡേറ്റ് ആയിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ കൂട്ടി തൊട്ടിട്ട് ഞങ്ങൾ കത്തിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നോട്ട് ഞങ്ങൾ വീണ്ടും 2 ദിവസം മുന്നോട്ട് ഞങ്ങൾ വീണ്ടും വിളക്ക് കത്തിച്ചിറങ്ങിയിട്ടുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു കുരു തൊട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ് ആകുമ്പോൾ ഏറ്റവും വിഷമമുള്ള കാര്യം ഇതാണ്, ചന്ദനം തൊടാൻ പറ്റാത്തത്. അങ്ങനെ അനിയുടെ പിണങ്ങൂട്ട ഉണ്ണികൾക്ക് ഞാൻ മാത്രം തൊട്ടുകൊണ്ട് അനിയേട്ടനോട് പിണങ്ങും. എനിക്ക് ഉണ്ണിക്ക് തൊട്ടെന്നില്ല എല്ലാവരും. അപ്പോൾ ഞാൻ മൃത്യുഞ്ജയ ഹോമം ചെയ്തതിൻ്റെ ഒരു പ്രസാദം ഉണ്ട്, അതാണ് കേട്ടോ അനിയേട്ടൻ നെറ്റി തൊട്ട്. അതാണ് അനിയേട്ടയ്ക്ക് ഇപ്പോൾ വന്നിട്ട് തൊട്ട് തരുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അന്ന് മരിച്ച സമയത്തൊന്നും പറഞ്ഞില്ല. ഇപ്പം നമ്മൾ 2-3 ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ മരിച്ച സമയത്ത് കുറച്ച് ദോഷങ്ങൾ കാര്യങ്ങളാണ് മക്കൾക്കും തറവാട്ടിലുള്ള ആൺകുട്ടികൾക്കും മൃത്യുഞ്ജയ ഹോമം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ കുണുക്കൻ്റെ പേർക്കൊക്കെ മൃത്യുഞ്ജയ ഹോമം ചെയ്തതിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ നെറ്റിലോട്ട്. പിന്നെ ഇതായത് രാവിലെ ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പഴയടാ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലിയും നല്ല തക്കാളി കറിയും ചട്നിയും. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് കറികളാട്ടോ. ഇതൊക്കെ എല്ലാവരും ചെയ്യണതല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ശീലമായിട്ട്. വേറെ എവിടെയും ഞാനിങ്ങനെ തക്കാളി കറി ഇഡ്ഡലിക്ക് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് കുണിക്കും ഇഷ്ടമാണ്, കുണുക്കിനും ഇഷ്ടമാണ്, കുഞ്ഞ് ഷേബിക്കും ഇഷ്ടമാണ്. ഷേബി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഷേബിയും കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഷേബിക്കും അത് ഇഷ്ടമാണ്. എവിടെയായിരുന്നു കുറേ ദിവസമായാലും വീഡിയോയിലൊക്കെ കണ്ടിട്ട്? എവിടെയായിരുന്നു? എന്നെ കൂട്ടാണ്ട് ട്രിപ്പ് ഞാൻ അറിഞ്ഞില്ല. ആര് പൊത്ത് അത് ട്രിപ്പല്ലല്ലോ, നമുക്ക് തൊഴാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഇന്നലെ പളനിക്കൊക്കെ പോയി വന്ന് രാത്രി തണുക്ക് എത്തിയപ്പോൾ പുലർച്ചെ ഒരു 2:30-3 മണി ആയിട്ടില്ലേ? 2:15 എത്തി. നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3:30-3:45 ഉണ്ട്. വന്ന് കൊണ്ടുപോയി സാധനമൊക്കെ ഒതുക്കി വെച്ച് കിടക്കുമ്പോൾ സമയം 4 മണി കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ. പിന്നെ കുറച്ച് നേരം വൈകി എനിക്ക്. ഇനി വെക്കേഷനാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ വൈകിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അതല്ലേ പറഞ്ഞു, നമ്മളുടെ കാര്യം നമ്മൾ നേരത്തെ ഇരിക്കുന്നു. എനിക്ക് വയ്യെങ്കിൽ ഒരു നിവർത്തില്ല. ഇന്നലെ അലർജീനെ ഗുളിക കഴിച്ചിട്ട് ഞാൻ വന്ന് കിടക്കുന്നത്. വേനേരം ഗുളിക അലർജീനെ ഗുളിക കഴിച്ചാൽ ആർക്കും വേണമെങ്കിൽ ആലോചിച്ചാൽ ക്ഷീണമായിരിക്കും, നമുക്ക് ഒരു സെഡേഷൻ ഫീലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണ്ടേ? എന്തുണ്ടാക്കുന്നുള്ള ഒരു കുറച്ച് പണിക്കാരുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് സാധനം മേടിച്ചിട്ട് നോക്കില്ല അല്ലേ? അപ്പൊ നമുക്ക് അവരോട് വിളിക്കുമ്പോ
അവര് ഓട്ടോഷയിൽ അവരോട് ചോദിക്കുന്നൊരു വെറൈറ്റിക്ക് നമുക്ക് അത് ഊണ് കഴിക്കുന്ന വീഡിയോ എടുത്താല് സർപ്രൈസ് കൊടുക്കാം. അവര് ചുറ്റുപാത്രത്തിലൊന്നുമില്ല, അത് മതിയാ വീഡിയോ എടുക്കണ. അവര് പണിയെടുത്തിട്ട് വെയിൽ കൊണ്ടിട്ട് എടുത്തിട്ട് ചായ ചോദിച്ചിട്ട് കിട്ടാൻ പറ്റാത്ത അവസ്ഥ പോലെ കയ്യങ്ങനെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ചട്നിക്കുള്ള നാളികേരം, ആകെ നാളികേരം ഇടണം. നാളികേരമൊക്കെ തീർന്നു. ഇനി ഒക്കെ ഒന്നേമൊന്ന് മേടിക്കണം. കേട്ടാ ഗ്രഹനാഥനോടെ പറഞ്ഞ കുടുംബത്തെ കേട്ട് കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യണ്ടാ. അങ്ങനെ നമ്മളിത് തക്കാളി കറിക്കുള്ള പരിപാടി ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിനായിട്ട് ഒരു മുറി നാളികേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെടുത്തിട്ട് ഞങ്ങൾ 3-4 പച്ചമുളക് ഇട്ട് തരി ഉപ്പിട്ടിട്ട് ചമ്മന്തി അരയ്ക്കണതാണ് കാരണം കേട്ടോ. ചമ്മന്തി അല്ല ചട്നി. അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞത് അത് ചെയ്തു തന്നില്ല പറഞ്ഞിട്ട് ഞാൻ കളിയാക്കണത് കാണട്ടെ. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ പലർക്കും പലതും തോന്നാം. ഓവർ ആക്ടിങ് ആണ് എന്തൊക്കെ. അതൊക്കെ നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കേട്ടോ. അത് ഓരോരുത്തരുടെ ഫാമിലിയിലും ഓരോരുത്തരും എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ ഇപ്പോഴും നല്ല ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കായതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ നമുക്കിതൊന്നും വരില്ല. ഒറ്റയ്ക്കായതിൻ്റെ ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ചെറിയും കാലും ഞങ്ങളുടെ കെട്ടിപ്പിടുത്തും ഉമ്മയ്ക്കലൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൽ ഞങ്ങൾക്കതൊരു മോശമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. എല്ലാവരും പറയണ പോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് വേണം മക്കൾ വളരാൻ. അത് ആ ഒരു ഇത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. തല്ലണത് കൊല്ലണത് കണ്ടിട്ടല്ലല്ലോ മക്കൾ വളരേണ്ടത്. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് തന്നെയാണ് മക്കൾ വളരേണ്ടത്. അപ്പോൾ ഇത് പറയൂ അച്ഛനമ്മ പാവണേ, അച്ഛനമ്മ ഓവറല്ല, ഈ അച്ഛനോ അമ്മയോ ഓവറാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഞങ്ങളെ മാറ്റാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾ ലൈഫിൽ സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ പ്രണയമുള്ളിടത്തോളം കാലം വരെ ഞങ്ങളിങ്ങനെ തൊട്ടും ഉമ്മച്ചു ഞങ്ങൾ നടക്കൂട്ടോ. അതിപ്പോൾ ആരും എന്ത് നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യം. അതിന് നിങ്ങൾക്ക് ഏത് കാഴ്ചപ്പാടിന് വേണമെങ്കിൽ നോക്കാം. അത് അവനവൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ നമ്മുടെ കുണിക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അച്ഛനും മക്കളോടെ ഒക്കെ കൂടി മേശയും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ തിക്കും ധൃതി കാണുമ്പോൾ വിചാരിക്കും അവർ വിശന്നിട്ടിരുന്ന് കഴിക്കാൻ. നല്ല കേട്ടോ, അവർക്ക് ഇത് കഴിച്ചിട്ട് വേണം തറവാട്ടിലേക്ക് അച്ചോട്ടിൻ്റെ കൂടെ കളിക്കാൻ പോകാൻ. അപ്പോൾ അതിനുള്ള തിക്കും ധൃതിയിലുള്ള കഴിപ്പാണ് കാണണം കേട്ടോ. അവർ ഓടി വരുന്നു, അവരെന്നെ എടുക്കുന്നു, അവരെന്നെ കഴിക്കുന്നു. ഇത് വായിൽ വെച്ച് കൊടുത്താലും പ്ലേറ്റ് ഇട്ട് കൊടുത്താലും കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ കാണിച്ചു കൊടുക്കുന്നത്. അത് എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല. 2 പ്രാവശ്യം തറവാട്ടിൽ പോട്ടെ വിടും. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കുടിച്ചിട്ട് വേണം പോവാൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നേരം തറവാട്ടിൽ പോയിട്ട് കളിച്ചിട്ടൊക്കെയാണ് വന്നേട്ടോ. എന്താണ് അവൻ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ വീട്ടിലിരുന്ന് അവർക്കും ഭ്രാന്തായി തുടങ്ങി. അപ്പം നിങ്ങളും ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്കും അവരെ പെട്ടെന്ന് എല്ലാവരും കൂടെ കളിക്കാനോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കും പറ്റാറില്ല. അപ്പോൾ കൂടുതൽ നേരം ഞങ്ങൾ അടുക്കളയിലാണ്. വീട്ടിലെ പണികളുണ്ട്. അറിയാലോ, ഒരു വീടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണികളുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. പ്രത്യേകിച്ച് അഞ്ചായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ തട്ടി ഇവിടെ തുടച്ച് ഇങ്ങനെ നടക്കും. പഠിച്ചടച്ച് സ്ഥലത്ത് നടക്കുമ്പോൾ തരി പൊടി കാര്യങ്ങൾ ഞരടി കഴിഞ്ഞാൽ വീണ്ടും അടിച്ചുടയ്ക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പറയാനായിട്ട് നിങ്ങൾക്ക് എന്താ പ്രാന്തായിരിക്കും. പക്ഷേ പണ്ട് ഈ സെയിം ഡയലോഗ് അമ്മ എന്നോട് ചെയ്തു കേട്ടോ. ഞാൻ ഒരു ദിവസം വീട്ടിൽ ഒരു 5-8 പ്രാവശ്യം അടിച്ചുടക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ മോൾക്ക് ഒരു ആശുപത്രിയിൽ ജോലി കിട്ടണേ, സാലറിയിലും മാസം കിട്ടി എപ്പോൾ നോക്കിയാലും അടിച്ചുടച്ചുകൊണ്ട് നടക്കൂട്ടോ. അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇപ്പം പ്രായമായി വയ്യാണ്ടായപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാറ്റിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യസ്ഥിതി അത്ര ശരിയല്ല എന്നാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ പിന്നാക്കിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ തക്കാളി കറിയും ചട്നി ഇഡ്ഡലിയും കൂടി കഴിക്കേണ്ട ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ. അപ്പം ഇനി അടുത്ത് നമുക്ക് ഉച്ചത്തെ പരിപാടിക്ക് വരില്ല. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ ഇന്നാളൊരിക്കൽ ചിക്കൻ മേടിച്ചാൽ ഞാൻ കുറച്ച് ചിക്കൻ കൂടി ഫ്രിഡ്ജിൽ ഇരിക്കുന്നതല്ല. അപ്പോൾ ആ ചിക്കൻ ഐസൊക്കെ വിട്ട് കഴുകി ഉരുളിയിലിട്ടു. അതിൻ്റെ ഒപ്പം ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടു, മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല പൊടി ഇട്ടു, കാശ്മീരി ചില്ലി ഇട്ടു. അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തു, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തിരുമ്പിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോഴത്തെ 1 സവാള, 2 ചെറിയ തക്കാളി, ഒരു 3 പച്ചമുളക്,
കറിവേപ്പില, മല്ലിയില അതുകൂടി ഞെരടിയത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബീഫൊക്കെ ആകുമ്പോൾ ബീഫിലിട്ട് ഇങ്ങനെ ഞെരടാം. ചിക്കനിൽ ഞെരടി കഴിഞ്ഞാൽ ഇവിടെ കൈമ എല്ല് കുത്തി കയറും. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറി സെപ്പറേറ്റ് ഇട്ട് നന്നായി ഞെരടി കൊടുത്തത് കേട്ടോ. വണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഉള്ളിൽ കിടന്ന് വറ്റി സെറ്റാവട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇന്നാളൊരു ഇൻസ്റ്റയിൽ കണ്ടൊരു ഇതാട്ടോ, വെളിച്ചെണ്ണ കുറച്ച് വെച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു. ഉലുവ ഇഷ്ടമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, തുണ്ട് ഇഞ്ചി, ഒരു കുഞ്ഞ് സബോള, ഒരു കുഞ്ഞ് തക്കാളി, ഇതെങ്ങനെ കുറച്ച് അരിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയിട്ട്, ഒരുപാട് വാടണ്ട. അത് നമുക്ക് സലാഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ സബോള ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ തൈര് മിക്സിയിൽ ഒന്ന് ഉപ്പിട്ട് അടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് തിളപ്പിക്കാൻ പാടില്ല, തിളപ്പിച്ച് നമ്മുടെ തൈര് കറി പിരിഞ്ഞ് പോകട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം ഓഫ് ചെയ്തു. ചട്ടിയിൽ വെച്ച ചൂടിന് നല്ല പിരിയും. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് സെറ്റായി വരുമ്പോൾ ഞാനൊരു തുണ്ട് ഇഞ്ചിയോ ഒരു 5-10 വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കിടന്ന് ഒരു തുള്ളി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കാം കേട്ടോ. അതാണ് കേട്ടോ ചിക്കനും ഉരുളക്കിഴങ്ങും തമ്മിലൊരു പെരട്ട്. ചോറിലേക്കായാലും ബ്രെഡ് കൂട്ടി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ആ ഉരുളക്കിഴങ്ങിന് ഭയങ്കര ടേസ്റ്റ്. ആ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് ആ മസാലയിൽ കിടന്ന് പെരണ്ടപ്പോഴേ ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് മല്ലിയില ഇട്ടു, നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി. എത്ര പെട്ടെന്ന് ആവണ്. അപ്പോഴേക്കും നമ്മൾ അതിനായിട്ട് അവിടെ പച്ചപ്പയർ നന്നാക്കി തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു, അതിലൊരു പകുതി സബോള ഇത് ചെയ്തു കേട്ടോ. ഞാൻ ചുവന്നുള്ളി ചതച്ചാണ് ഇടാറ്, പക്ഷേ ഇന്ന് തിക്കും നെറുതിയും പണിക്കാർ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ വേഗം പണി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സബോള ഇട്ടു, 2 പച്ചമുളക് അരിഞ്ഞിട്ടു, കറിവേപ്പിലയും കുത്തിയ മുളക് ഇട്ടു. ഇട്ടതിന് ശേഷം മുളക് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പയർ ഇട്ടു, ഉപ്പും പൊടി ഇട്ടു. ഇനി നമുക്കത് മൂടിയിട്ട് ചെറിയ തീരിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ട്യൂഷന് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കാട്ടിത്തരാം. കുണിക്കിപ്പോൾ എങ്ങടെ പോണ്? കുണിക്കിക്ക് ഒരു കാര്യമുണ്ട്. കുണിക്ക് ലൈഫിൽ ആദ്യമായിട്ട് എന്ത് പോയി ചിറുക്കി കാണിക്ക്, പല്ല് കാണിക്ക്. കാണാനില്ല, എവിടെ പല്ല് പോയത് കാണാനില്ല. എവിടെ വെച്ചിട്ട് പല്ല് പറിച്ച്? പളനിയിൽ വെച്ചിട്ട്. ആരാ പല്ല് പറിച്ചെന്ന്? ടീച്ചർ പേര് പറ. വേനുണ്ടായിരുന്നാ പല്ല് പറിക്കുന്നത്? പിന്നെ കൊറേ നേരം കരഞ്ഞു. ഇപ്പൊ വേന മാറിയാ? സെറ്റായാ? അത് ഇനി പല്ല് ഇളകി ഇനി പറിക്കാൻ പേടിയുണ്ടാ? പേടിയുണ്ടാ? ഷാനുവിനെ കൊണ്ടിട്ട് പല്ല് പറിക്കാൻ? അങ്ങനെ നമുക്ക് ട്യൂഷന് പോവാം. വന്നേ, എനിക്ക് അപ്പുറത്തേക്ക് വാ. ട്യൂഷന് പോകാട്ടെ. 2 പെരുന്നാളൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോകാം. നമ്മള് പെരുന്നാളല്ലായിരുന്നു. പോവാം. കുണിക്കിൻ്റെ പുറത്ത് കുണിക്കിൻ്റെ പല്ല് പോയിട്ടാ, കാട്ടാത്ത പല്ല് ഇത്. അയ്യോ, അപ്പോൾ കുണിക്ക് ശരിക്കും ഇതൊരു മെമ്മറീസാണ്. കുണിക്ക് വലിയ പെണ്ണായിട്ടൊക്കെ പളനി പോകുമ്പോൾ ആലോചിക്കാം ആ സ്ഥലം. പളനി മരയിൽ ഇരുന്നിട്ടാണ് പല്ല് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ലൈഫ് ലോങ് കുണിക്ക് അത് ആലോചിക്കാം അല്ലേ. പല്ലെടുത്തേക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പളനിന്ന് പല്ല് കളയാണ്ട് കൈ പിടിച്ച് കൊടുന്നു കാറിൽ വെച്ച് വീട്ടിലിറക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തിനത്? ഞാൻ സിനിമയിലെ ഊറേശ്വരം എന്ത് പെട്ടിയിലൊക്കെ ഒരു പല്ല് പല്ലിന് ഇപ്പൊ തീറ്റ കൊടുക്കണ ചെലവാണല്ലോ. അമ്മുടി ശരിയാക്കണ പൊട്ട. എന്റെ കൈക്ക് ഒറ്റ തുപ്പ് കുഞ്ഞ്, പക്ഷെ വലിയ കൈപ്പ് കുഞ്ഞു പല്ല്. ഹലോ, ഇന്നത്തെ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് പെരട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ പരിപാടി, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അടുത്ത വീഡിയോയിൽ കുട്ടിയുടെ പല്ല് പറിച്ച് കാണിച്ചു തരാമേ. പാചക കഴിക്കണത് പയറുപ്പേരും എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്
അച്ചാറാട്ടോ. അച്ചാർ വായിലിറപ്പിക്കാൻ നമുക്ക് നഷ്ടമായി വായിക്കൊരു ചൂടില്ല. തൈര് സൂപ്പറായിട്ടാ. ഞാനൊരു റീൽസിലുണ്ട് ഇടാത്ത, അപ്പം അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കില്ല. നോക്കിയോട്ടെ. കൊള്ളാം. സവാളയും ഇഞ്ചൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല നാരങ്ങച്ചാറ്. അച്ചാറ് വേണ്ട വില. എന്നാ പിന്നെ ഞാൻ നേരെ ഒന്ന് കൊന്നെടുത്തു. ഞാൻ ശബ്ദം കേട്ടിട്ട് ഓടിച്ചെന്നതാ. നമ്മൾ ഈ ചിക്കൻ കറി എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും? അത്രയ്ക്കൊന്നും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് വണക്കോ കാര്യങ്ങളൊന്നുമില്ല. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി പെരട്ടുണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ബ്രെഡിലേക്ക് ഭയങ്കര ബ്രെഡ് കൂടിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഉണക്കനോടിയൊക്കെ ബ്രെഡ് കൂടി ഉണക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ചൂട് പോകുമ്പോൾ. ഇപ്പം ഞാൻ കഴിക്കാം കേട്ടോ. കഴിച്ചോട്ടെ ചോറിലേക്ക്. ആ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ. തട്ടണ മുട്ടണ ശബ്ദമൊക്കെ മുകളിൽ പണിക്കാറുണ്ട്. അതാണ് നമ്മൾ ശരിക്കും മസാല കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ കറിയിലും വെളിച്ചെണ്ണയിലിട്ട് സവാള വണക്കണം. പക്ഷെ ഇതിന് മസാലയുടെ കുത്താൻ വേണ്ടിയിട്ടില്ല. നെഞ്ചിൻ്റെ ഉള്ളിൽ തീയ ഫാത്തിമ. ഏത് കുട്ടി ഭക്ഷണം കഴിക്കുന്ന കൺഫ്യൂഷനാണ് ഞാൻ. അച്ചാറും തൈരും പയറുപ്പേരും ചിക്കനും മുളകും ഉപ്പടും